നല്ലൊരു സ്കിൻ കെയർ ഉണ്ടായിട്ടും ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടും ചില ആളുകളുടെ സ്കിന്ന് ക്ലിയർ ആകുന്നില്ല. അതായത് ആക്നി, ഡാർക്ക് സ്പോട്ട്, പിമ്പിൾസ് ഇതൊന്നും മാറുന്നില്ല. എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഈ മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആകുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ നമ്മൾ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണുക. അതിനു മുമ്പേ മെൻസിൻ്റെ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ മിസ്റ്റേക്കാണ് അമിതമായ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം. ജങ്ക് ഫുഡ്സ് മുഴുവനായും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല, പകരം പഞ്ചസാരയും ഓയിലും മാക്സിമം ഒഴിവാക്കുക. മധുരം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, പക്ഷെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന സോറിക് ആസിഡ് മൂക്കുരു കൂട്ടാനും സ്കിൻ ഒരുപാട് ചുളിവുകൾ ഉണ്ടാക്കാനും കാരണമാകും. 2 നേരം ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതിൽ കുഴപ്പമില്ല. ചില സ്ട്രീറ്റ് ഫുഡ്സിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. ഓയിലിൻ്റെ കാര്യം ഇതേ സെയിം ആണ്. ഒരുപാട് ഓയിൽ അടങ്ങിയിരിക്കുന്ന ഫുഡ്സ് കഴിക്കുമ്പോൾ സ്കിന്ന് ഡാമേജ് ആക്കുകയും കൊളസ്ട്രോൾ കൂട്ടി മുഖത്ത് ഫാറ്റ് കയറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓയിലിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. ഷുഗറിലൂടെയും ഓയിലിലൂടെയും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ ആഴ്ചയിൽ കുറഞ്ഞത് 4 to 5 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതിയാകും. രണ്ടാമതായിട്ട് വരുന്ന മിസ്റ്റേക്കാണ് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന ടവലുകളും അതുപോലെ പില്ലോ കേസും ബെഡ്ഷീറ്റ്സും ഒക്കെ ആഴ്ചയിൽ വാഷ് ചെയ്യാത്തത്. 80% ആളുകളുടെയും ഫേസ് ഡാമേജ് ആകുന്നത് ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. നമ്മൾ ചില സമയത്ത് ഉറങ്ങുമ്പോൾ നമ്മൾ വിയർക്കാറുണ്ട്. ഈ ഒരു വിയർപ്പ് നമ്മുടെ തലയണയിലാവുകയും ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഉറങ്ങുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലുമായി സ്കിന്ന് വളരെയധികം ഡാമേജ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണ നിങ്ങളുടെ തോർത്തും തലയണയുറയും ബെഡ്ഷീറ്റും ഒക്കെ വാഷ് ചെയ്യുക. അടുത്തൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഡെയിലി 3 ലിറ്റർ വെള്ളം വരെ കുടിക്കാത്തത്. സ്റ്റഡീസ് പറയുന്നുണ്ട് 3 ലിറ്റർ വെള്ളം ഡെയിലി കൺസിസ്റ്റൻസി ആയിട്ട് കുടിക്കുന്നവരുടെ ഫേസിന് ഒരു രീതിയിലുള്ള ഡാമേജും വരില്ല എന്ന്. അതായത് സ്കിന്ന് നല്ലതുപോലെ ഗ്ലോ ആയിരിക്കും. 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുകയും മുഖം കൂടുതൽ ഇലാസ്റ്റിക് ആക്കി വയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ ആക്നി കാര്യങ്ങളൊക്കെ വരുന്നത് കുറയ്ക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും 3 ലിറ്റർ വെള്ളം വരെ കുടിക്കുക. അടുത്തതായിട്ട് വരുന്ന മിസ്റ്റേക്കാണ് മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത പ്രൊഡക്ട്സ് ഒക്കെ മുഖത്ത് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഹെയർ ഷാമ്പൂസും അതുപോലെ സോപ്പ് മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ ഫേസിന് വേണ്ടി മാത്രമായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക. അല്ലാത്തവർ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഷാമ്പൂവിൽ കണ്ടെയ്നർ ഹാഷ് ഉണ്ടായതുകൊണ്ട് മുഖത്ത് അലർജിയും ചൊറിച്ചിലും ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ഫേസ് കൂടുതൽ ഡ്രൈ ആക്കുകയും ഡാമേജ് ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഷാമ്പൂവും സോപ്പൊന്നും ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. അടുത്തൊരു മിസ്റ്റേക്കാണ് കൈ കൊണ്ട് മുഖത്ത് എപ്പോഴും തൊടുന്നത്. നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സ്ഥലങ്ങളായ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ, അതുപോലെ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ കീയിലും പിടിയിലും ബാക്ടീരിയാസ് ഒക്കെ വളരെ കൂടുതലാണ്. ആ ബാക്ടീരിയാസ് നമ്മുടെ ഫേസിലാകുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അവിടെ കൂടുതൽ പിമ്പിൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നഖം വെട്ടാനും കൈ വൃത്തിയാക്കി വെക്കാനും ശ്രമിക്കുക. മറ്റൊരു മിസ്റ്റേക്കാണ് ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത്. ചൂടുവെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ എണ്ണമയം വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക്. ഇത് കാരണം സ്കിന്ന് കൂടുതൽ ഡാമേജ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ മാക്സിമം മുഖം കഴുകാതിരിക്കുക. ഈ പറഞ്ഞ കുറച്ച് മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കുക. പതിയെ നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആകുന്നത് കാണാം. ഈ പറഞ്ഞ മിസ്റ്റേക്സുകൾ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കുമെന്നുള്ളത്. അതുപോലെ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക. സ്കിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാസലിൻ ഹാക്ക് കൂടിയുണ്ട്. വാസലിനും അതുപോലെ മറ്റ് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. 100% റിസൾട്ട് ഉള്ളതാണ്. അതെന്താണെന്നുള്ളത് ലൈവായിട്ട് ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലുക്ക് മാക്സിങ് വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.